മിസ്റ്റർ, ഇപ്പോൾ ലഹരി മൂലമുള്ള സംഭവങ്ങൾ, അക്രമ സംഭവങ്ങൾ സംസ്ഥാനത്ത് വളരെയധികം കൂടിയിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പോൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം നീക്കിയിരിപ്പ് ഉണ്ടായിട്ടുണ്ട് ഈ ബജറ്റിൽ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതിനകത്ത് വിമുക്തി എന്ന് പറയുന്നതാണ് നേരിട്ട് ഗവൺമെൻറ് ചെയ്യുന്ന ലഹരി വിരുദ്ധമായ കാര്യങ്ങൾ. മറ്റുള്ളത് ഈ സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുമൊക്കെ സ്കാറ്റർ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലാ തുകയും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ വിമുക്തിക്ക് എക്സൈസ് വകുപ്പിൻ്റെ ആ പദ്ധതിക്കാണ് ഏറ്റവും കൂടുതൽ പണം വെക്കുന്നത്. അത് സാധാരണ ഒരു ഇൻക്രീസ് വരുന്നുണ്ട്. ഇനിയും അതിൻ്റെ ആവശ്യമനുസരിച്ച് പുതിയ സ്കീമുകൾ ചിലത് പറയുമല്ലോ നമ്മുടെ ക്യാമ്പയിൻ, അതിനകത്തും പണം കൂട്ടി വെക്കും. അതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കേൾക്കാമോ? കേൾക്കാം. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. കേൾക്കാം മിനിസ്റ്റർ, കേൾക്കാം. ഇപ്പോൾ കാണാം. അതുപോലെ ഉള്ള ഒരു പ്രധാനപ്പെട്ട മേഖല ലഹരി പോലെ തന്നെ ഒരു ലഹരിയാണല്ലോ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമ്പത്തിക തട്ടിപ്പ്. ഞാൻ ഇന്ന് ബഡ്ജറ്റിൽ പറഞ്ഞൊരു കാര്യം, ഫിനാൻഷ്യൽ ലിറ്ററസി, അതുപോലെ സ്കൂളുകളിൽ ഉൾപ്പെടെ ഒരു സമ്പാദ്യശീലത്തെ പറ്റിയും ഫിനാൻസിനെ പറ്റി പഠിപ്പിക്കുന്ന കാര്യം. ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ പകുതി പൈസ കൊടുത്ത സ്കൂട്ടർ കിട്ടുന്നതിൻ്റെ പേര് 2000-3000 കോടി ഒരു ചെറുപ്പക്കാരൻ അടിച്ചുകൊണ്ട് പോയതാണ്. ഈ സ്റ്റാർട്ടപ്പ് വ്യവസായങ്ങൾ പലതും വരുന്നുണ്ട്. പക്ഷേ ഈ തട്ടിപ്പിനകത്ത് സ്റ്റാർട്ടപ്പുകൾ വളരെ ശക്തിപ്പെടുക, തട്ടിപ്പിനകത്ത് സ്റ്റാർട്ടപ്പ് മോഡലുകളാണ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ചെറുപ്പക്കാരൻ വന്ന് പറ്റിച്ചാൽ ആ പറ്റിപ്പിനകത്ത് വീഴുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ലഹരി പോലെ തന്നെ അതിനേക്കാളും അപകടം പിടിച്ചാണ് ഇത്. 10,000 കോടി 2000 കോടി അല്ല, ഞാൻ അതിനകത്ത് പോലീസിൻ്റെയും ഭരണത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ ആ പ്രശ്നമേ അല്ല ഞാൻ ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ആളുകൾക്ക് തോന്നുന്നു ഇങ്ങനെ കൊടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ ആ ഒരു ബോധത്തിൽ ചെല്ലുന്നു എന്നുള്ളതാണ്. ഒരു വശത്ത് പോലീസ് നിൽക്കട്ടെ, അല്ലെങ്കിൽ അന്വേഷണം നിൽക്കട്ടെ. അപ്പോൾ ഒരു അവയർനെസ്സിൻ്റെ പ്രശ്നമുണ്ട്. മയക്കുമരുന്ന് പോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് എത്ര കേസുകളാണ് വരുന്നത്? ഞങ്ങളുടെ അടുത്തൊക്കെ എത്ര കേസുകളാണെന്ന് അറിയുമോ? പലപ്പോഴും നമ്മൾ പുറത്ത് വരുമ്പോഴാണ് അറിയുന്നത്. ചെറിയ ഒട്ടും വിശ്വസിക്കാത്ത കാര്യങ്ങളിൽ ജീവിതകാലം മുഴുവനുള്ളത് കളഞ്ഞു കുളിക്കുന്ന ആളുകളുണ്ട്. അല്ല, ജഡ്ജിമാരെ CBI ഓഫീസർ ഒരെണ്ണത്തിൽ ഇതുപോലെ തട്ടിപ്പോയി എനിക്കറിയാം. CBI ഓഫീസർ, PSSCയിലെ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ 14-15% പലിശ കിട്ടും, 18% പലിശ കിട്ടും എന്ന് പറയുമ്പോൾ കൊണ്ടിട്ട് ജീവിതകാലത്തെ മൊത്തം പൈസ കളയുകയാണ്. അങ്ങനത്തെ ഓർത്ത് അബദ്ധം പറ്റുന്ന ആളുകൾ ധാരാളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനൊരു നല്ല ക്യാമ്പയിൻ വേണം. അതുപോലെ തന്നെയാണ് ലഹരി വളരെ പ്രധാനമാണ്, ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടതല്ല. ഞാൻ അതിൻ്റെ കൂട്ടല്ലെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിക്കുന്നൊരു അപകടകരമായ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ മിനിസ്റ്റർ, ഈ ഒരു ബജറ്റിനെ കുറിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ വിമർശനങ്ങളായിരിക്കുമല്ലോ വരാൻ പോകുന്നത്. അതിനെല്ലാം പ്രതിരോധിക്കാൻ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തു എന്നതാണ് അങ്ങയുടെ ഒരു മറുപടി. ആ മറുപടിയിൽ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, പ്രതിപക്ഷം തീർച്ചയായിട്ടും വളരെ ശക്തമായ വിമർശനം ഉന്നയിക്കും എന്നുള്ളതിന് തർക്കമില്ല. വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഒരു ജോലി തന്നെ വളരെ ക്രിട്ടിക്കലായി കാര്യങ്ങളെ കാണുക എന്നുള്ളതാണ്. പക്ഷേ അത് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ആവണം, വസ്തുതയാവണം, അവർ പറയുന്നത് വിശ്വസനീയമാവണം. എന്തായാലും ഞാനിതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങൾ ശരിയാണെന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് 100% നമ്മുടെ ധാരണയനുസരിച്ച്, അറിവനുസരിച്ച്, ആത്മവിശ്വാസത്തോടെയും സത്യസന്ധമായിട്ടുമാണ് ഈ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, താങ്കൾ ഈ ക്ഷേമ പെൻഷൻ ഉയർത്തിയില്ല. അപ്പം ക്ഷേമ പെൻഷൻ 2100 രൂപ വരെയൊക്കെ എത്തിക്കും എന്നായിരുന്നല്ലോ വാഗ്ദാനം. അത് നടപ്പാക്കുന്നില്ല. അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം അതും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സർക്കാർ ജീവനക്കാരെ എന്താ പറയുക, പ്രതിഷേധം ഉണ്ടാക്കുക. അതേപോലെ തന്നെ കോർട്ട് ഫീസ് ഉയർത്തി എന്ന് പറയുക. അതേപോലെ തന്നെ ഭൂനികുതി ഉയർത്തി എന്ന് പറയുക. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് അടുത്ത ദിവസങ്ങളിൽ ഇപ്പം തന്നെ അത് ആരംഭിച്ചു കഴിഞ്ഞു. എന്ന് മാത്രവുമല്ല, നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ നിങ്ങളിത് ഇങ്ങനെ നിയമസഭയിൽ പറയും, നിയമസഭാ ബജറ്റ് പാസ്സാക്കും, അത് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഈ പ്ലാനെല്ലാം പകുതിയായിട്ടും 40%-ആയിട്ടും 25%-ആയിട്ടും ഒക്കെ വെട്ടിച്ചുരുക്കും. ഈ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ തന്നെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അല്ല, അവരുന്നയിക്കുന്ന കാര്യങ്ങൾക്ക് അവിടെ ഫ്ലോറിൽ കേട്ടിട്ട് മറുപടി പറയാനല്ലേ പറ്റൂ. എന്തായാലും ഭൂനികുതി പോലുള്ള കാര്യങ്ങളിൽ ഞാൻ ഒരു കാര്യം പറയാം. 5 രൂപ എന്നുള്ള ഭൂനികുതി 7.5 രൂപയാക്കി ഒരു 6-ന് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റ് ഉള്ള ഒരാൾക്ക് 20 രൂപ ഉണ്ടായിരുന്ന നികുതി 30 രൂപയാക്കി ഒരു വർഷം. ഇതുപോലുള്ള നികുതി വർധനയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഏറ്റവും കുറഞ്ഞ ഈ അടുത്ത കാലത്ത് വന്നതിൽ ഏറ്റവും കുറച്ച് അഡീഷണൽ റവന്യൂ കണ്ടെത്തിയ ഒരു ബഡ്ജറ്റ്. അത് 300 കോടിക്കടുത്ത് മാത്രമേ വർധനയുള്ളൂ. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ആളുകൾ വിശ്വസിക്കുമോ? കോടതി ഫീസ് 1 രൂപ ഉള്ള ഫീസുണ്ട്, 1960 ഫിക്സ് ചെയ്ത ഫീസ്. 1 രൂപ ഉള്ള ഫീസുണ്ട്, 2 രൂപ ഉള്ള ഫീസുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ചില വർധന, അത് 5 രൂപയാക്കി 10 രൂപയാക്കി എന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ജനങ്ങൾ ഓരോന്നും വെച്ച് നോക്കിയല്ലേ വരിക.
ഇതിലിപ്പോൾ എന്തായാലും കോർപ്പറേറ്റ് നിക്ഷേപവും സ്വകാര്യ പങ്കാളിത്തവും ഉൾപ്പെടുത്തി വിഴിഞ്ഞം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബൃഹത് പദ്ധതിയൊക്കെ കയ്യടി കിട്ടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ തല്ലുമുണ്ട് തലോടലുമുണ്ട്. അങ്ങനെ ഒരു കോംബോ ബജറ്റായിട്ട് ആയിരിക്കും ഒരുപക്ഷെ വിലയിരുത്തപ്പെടുക. അതിലൊരു ആശ്വാസവും ഉണ്ടല്ലേ മിനിസ്റ്റർ? തീർച്ചയായിട്ടും ഉണ്ട്. വലിയ തോതിൽ തൊഴിൽ സാധ്യത, നിക്ഷേപം, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇവിടെ തന്നെ കൂടുതൽ ജോലി കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് നമ്മൾ ഒരു പ്രയോറിറ്റി ചെയ്ത് കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗവേഷണവും സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റും അതിനുള്ളൊരു പിന്നെ പ്രാധാന്യമുണ്ട്. അത് കേരളത്തിൽ ആ മാറ്റം ഉണ്ടാവും. അതിൻ്റെ ഒരു ഗുണവും അംഗീകാരവും കിട്ടും. വിമർശനം രാഷ്ട്രീയമായിട്ടുള്ള വിമർശനം ഉണ്ടാവും, സത്യസന്ധമായ വിമർശനം, ആത്മാർത്ഥമായ വിമർശനമുണ്ട്. കൊല്ലം സ്നേഹി ബജറ്റിൽ കൂടിയിട്ടുണ്ടോ? കൊല്ലത്തുനിന്നുള്ളൊരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? താങ്കളുടെ മണ്ഡലമാണ്, അത് മോശമൊന്നുമല്ല കേട്ടോ അങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷേ പുനലൂര്, കൊല്ലം, കൊട്ടാരക്കര, IT പാർക്ക്, അങ്ങനെ പല കാര്യങ്ങൾ ആ ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു കൊല്ലം ബജറ്റ് സ്വഭാവം കൂടി ഇത് കാണിച്ചിട്ടുണ്ട് എന്നൊരു അടക്കം പറച്ചിലുണ്ട്. അങ്ങനെ അടക്കം പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാ ജില്ലയിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നോക്കിയോ, ഇതിനേക്കാൾ എത്രയോ അധികമാണ് ഈ പിന്നെ ഓരോ സ്ഥലത്തുള്ളൂ. ഇന്നലെ കണ്ണൂർ IT പാർക്കും അതിൽ പറഞ്ഞിട്ടുണ്ട്, കൊല്ലം IT പാർക്കും പറഞ്ഞിട്ടുണ്ട്. 250 കോടിയോളം രൂപ കണ്ണൂർ IT പാർക്കിന് ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ എറണാകുളത്തു നിന്നുള്ള പാലക്കാടേക്കുള്ള ഗിഫ്റ്റ് സിറ്റി, അതുപോലെ പിന്നെ കോറിഡോർ, അതിന് വലിയ തുകയുണ്ട്. കോഴിക്കോട് എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് അതുപോലെ കോഴിക്കോട് മെട്രോ റെയിൽ അടുത്ത വർഷം തിരുവനന്തപുരത്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ കോറിഡോർ പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഒരു പുതിയ മോഡൽ പറഞ്ഞു, IT പാർക്കിൻ്റെ കാര്യത്തിനകത്ത് പൈസ നേരിട്ട് മുടക്കി സ്ഥലം എടുക്കാതെ കോർപ്പറേഷനുമായിട്ട് ചേർന്ന് ഇങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള ചില മോഡലുകൾ ആയതുകൊണ്ടാണ് സ്പെസിഫിക്കായി പറഞ്ഞത്. എന്തായാലും എല്ലാ സ്ഥലവും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ കൊല്ലത്തും നല്ലതുപോലെ വികസനം വരണമെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഈ റോഡിൻ്റെ വികസനം എന്ന് പറയുന്നത്. ഇന്നിപ്പം അങ്ങ് നടത്തിയ ഈ ബജറ്റ് പ്രസംഗത്തിൽ 2025 തന്നെ ഈ പറയുന്ന ദേശീയപാത തുറന്നു കൊടുക്കാൻ കഴിയും എന്നാണ്. വലിയൊരു തുക 4000 കോടിക്ക് മേളിലാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. 2026 ബഡ്ജറ്റ് സെഷൻ എന്നാണ് പറഞ്ഞത്. അതെ. അപ്പോൾ 26 ബഡ്ജറ്റ് സെഷന് നിങ്ങൾക്ക് പുതിയ റോഡിൽ കൂടെ വരാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? കാരണം വെച്ചാൽ ഇപ്പോൾ ഈ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ ഈ പൊടിയടിച്ച് യാത്ര ചെയ്യുമ്പോഴും ഇത് വളരെ പെട്ടെന്ന് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകളുള്ളത്. അപ്പം ഒരു വർഷത്തിനുള്ളിൽ ഇത് സത്യമാകാൻ പോകുന്നു, സംഭവിക്കാൻ പോകുന്നു. അങ്ങനെയാണ് ടൈമിങ്, അവരുടെ ടൈമിങ് അങ്ങനെയാണ്. ഏതെങ്കിലും ഇടയ്ക്ക് കുറേ കാലം കുറേ സ്ഥലമൊക്കെ ഫില്ല് ചെയ്യാൻ കാണും. പക്ഷേ ഇപ്പോൾ തന്നെ കാസർഗോഡ് മേഖലയിൽ കുറേ സ്ഥലത്ത് റോഡുണ്ട്, കണ്ണൂരുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് തന്നെ കുറേ സ്ഥലത്ത് നമ്മൾ പുതിയ റോഡിൽ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഓരോ ജില്ലയിലും ഓരോ റേഞ്ച്, ഓരോ സ്ഥലത്ത് മാറ്റമുണ്ട്. അതുകൊണ്ട് അവരുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് ആ സമയം വരേണ്ടതാണ്. ഇനി ഒറ്റപ്പെട്ട് ചില സ്ഥലം വല്ലതും ഫിനിഷ് ഉണ്ടാവാനുണ്ടോ എന്നറിയില്ല. പൊതുവിൽ അതാണ് അവരുടെ ടൈമിങ്, അവരുടെ ടൈം പ്ലാൻ അതാണ്.